നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. നമ്മൾ സാധാരണഗതി പറയും, പല തരത്തിലുള്ള ആളുകളല്ലേ, വ്യത്യസ്തത കാണുമല്ലോ അവർക്ക്, ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് ഈ വ്യക്തികളെ ഒന്ന് വിശകലനം ചെയ്തറിയുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആളുകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, നെഗറ്റീവായിട്ടുള്ള ആളുകൾ. നെഗറ്റീവ് ഫോഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഓരോ ഫോഴ്സ് എന്ന് പറയാൻ കാരണം ഇവർക്ക് നമ്മളോ അവരോ പോലും അറിയാത്തൊരു സ്വാധീനം നമ്മളിലൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉണ്ട്. രണ്ടാമത്തേത് പോസിറ്റീവായിട്ടുള്ള ആളുകൾ. അവർ നമ്മളിൽ ചെലുത്തുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു സ്വാധീനമാണ്. മൂന്നാമത്തൊരു വിഭാഗം ആളുകൾ ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന ആംബിവാലൻ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവർ അവിടെയുമില്ല ഇവിടെയുമില്ല എന്നുള്ള മട്ടിൽ നിൽക്കും. ഇതിനകത്ത് ശരിയായിട്ട് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ 10% അത് നമ്മൾ അറിയണം. 10% ഏത് സൊസൈറ്റിയിലുമുണ്ട്, ഏത് ചുറ്റുപാടിലുമുണ്ട്, ഏത് തൊഴിൽ മേഖലയിലുമുണ്ട്. ഈ 10% വളരെയേറെ നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്. വേറൊരു 10% വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ്. ഇനി 80% ആംബിവാലൻ്റായിട്ടുള്ള നടുക്ക് നിൽക്കുന്ന ആളുകളാണ്. ഈ നടുക്ക് നിൽക്കുന്ന ആളുകൾക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. ഇവരെ സ്വാധീനിക്കാൻ നെഗറ്റീവായിട്ടുള്ള ആളുകളാണ് ആദ്യം തയ്യാറാകുന്നെങ്കിൽ ഇവർ അവരുടെ വലയിൽപ്പെടും. പോസിറ്റീവായിട്ടുള്ള ആളുകളാണ് ഈ ആംബിവാലൻ്റ് ആയിട്ടുള്ള ആളുകളെ ആദ്യം സ്വാധീനിക്കുന്നെങ്കിൽ അവർ അവരുടെ വലയിൽപ്പെടും. അതാണ് ഈ ആംബിവാലൻ്റ് എന്ന് പറയുന്ന നിസ്സഹായരെന്നോ നിർഗുണരെന്നോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ അവരെന്താണ്? അവർ പ്രകൃതിയ, അതായത് ബൈ നേച്ചർ അവർ നെഗറ്റീവാണ്. ഈ 10% ഇവർ തന്നെ 4 തരത്തിലുണ്ട്. അത് അത്രയും നമ്മൾ അറിയേണ്ട. എന്നാലും വെൻഡർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, വിക്ടിംസ് എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്, വിഷ്യസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, പിന്നെ വയലൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഈ 4 പേരും 4 തരത്തിൽ നെഗറ്റീവാണ്. ഈ വെൻഡർ എന്ന് പറയുന്നവർ എപ്പം നോക്കിയാലും പരാതികളാണ്. അവർക്ക് നല്ലത് വന്നാലും ദോഷം വന്നാലും സന്തോഷമായിട്ടിരിക്കാനും അവർക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. വിക്ടിം എന്ന് പറയുന്ന ആളുകൾ സ്വയം ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നതായിട്ട് അവർ തന്നെ വിചാരിക്കുകയും അവർ തന്നെ അത് അനുഭവിക്കുകയും അവർ എല്ലാത്തിനും വിക്ടിംസ് ആകുകയാണ് എന്നുള്ള ധാരണയിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. വിഷ്യസ് ആയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് മാനിപ്പുലേറ്റീവായിട്ട് നടക്കുന്ന, കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക, ഓമക്കത്തുകൾ അയക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, അങ്ങനെയുള്ള ആളുകളാണ് വിഷ്യസ് എന്ന് പറയുന്നത്. വയലൻ്റ് എന്ന് പറയുന്നത് അഗ്രസീവാകുക, ഷൗട്ട് ചെയ്യുക, ആളുകളെ വേദനിപ്പിക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക. ഈ 4 തരത്തിലുള്ള ആളുകളും നെഗറ്റീവായിട്ടുള്ള ആളുകളാണ്. ഈ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ഇത്രയും പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും വളരെ പ്രശ്നക്കാരായിട്ടുള്ള ആളുകളാണ്. അതവിടെ നിൽക്കട്ടെ. പോസിറ്റീവായിട്ടുള്ള ആളുകൾ മറിച്ചാണ്. അവർ ഈ 10% വരുന്ന പോസിറ്റീവായിട്ടുള്ള ആളുകൾ എല്ലാ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതുതന്നെയാണ് അവരുടെ ഗുണവും. എല്ലാ കാര്യത്തിലും നന്മകൾ കാണാൻ ശ്രമിക്കുക, ആളുകളെ സഹായിക്കാൻ കെയറിങ് ആണ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു കുഴപ്പമില്ല, അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മോശമായ കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും അത് ക്ഷമിക്കാനും അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കാനും മറ്റുള്ളവരെ പോട്ടേന്ന് വയ്ക്കാനും ഒക്കെ കഴിയുന്ന ആളുകളെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മധ്യവർത്തികളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ആളുകളാണ്. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നത് 80% വരുന്ന ആംബിവാലൻ്റ് ആയിട്ടുള്ള ആളുകളോടാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതേ ഉള്ളൂ. നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമ്മൾ ഒഴിവാക്കുക. അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഗുണകരമായി ഒന്നും ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. മാത്രമല്ല അവരുമായിട്ട് ചേർന്നാൽ അവരും നമ്മളും അറിയാതെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെ നിർത്തേണ്ടടുത്ത് നിർത്തുക, അവരെ എമ്പതറ്റിക് ആയിട്ട് കാണുക, അവരെ മനസ്സിലാക്കുക. അവരുടെ ഒരു ഗതികേട് കൊണ്ടാണ് അവർ നെഗറ്റീവാണത്. ബൈ നേച്ചർ അവർ നെഗറ്റീവാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമ്മളിൽ അവരുടെ ഒരു സ്വാധീനം വരാതെ നോക്കുക, നിർത്തേണ്ടത് അകറ്റി നിർത്തുക, അവരോട് അസർട്ടീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തേണ്ടടുത്ത് നിർത്തുക, ഒരുപാട് ലോഹ്യത്തിനും ഒരുപാട് അടുപ്പത്തിനും പോകാതിരിക്കുക, ഒഴിവാക്കേണ്ട സമയത്തെല്ലാം ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ
പോസിറ്റീവായിട്ടുള്ള ആളുകളെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക. അവരുടെ കൂടെ കഴിയുന്നത് നമ്മളെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനം ഉണ്ടാകാൻ സഹായിക്കുമെന്ന് മനസ്സിലാക്കി പോവുക. ആംബി ബാലൻസ് ഒരു നല്ല ഗുണമല്ല. നിങ്ങൾ കഴിയുന്നതും പോസിറ്റീവാക്കുക. ആംബി വാലൻ്റായിട്ടുള്ള ആളുകളെ കഴിയുന്നത്ര പോസിറ്റീവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക.